പക്ഷികൾ ദൂരെ നിന്നും സ്വന്തം കൊക്കിൽ ഭക്ഷണം ശേഖരിച്ചു കൊണ്ടുവരുന്നു. സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ ശേഷിയില്ലാത്ത കുഞ്ഞുങ്ങളുടെ കൊക്കിൽ വച്ചു കൊടുക്കുന്നു. സ്വയം വിശന്നിരിക്കുന്നു, നിസ്വാർത്ഥതയോടെ, ഒന്നും ആശിക്കാതെ. പിന്നെ എപ്പോൾ സന്താനങ്ങൾക്ക് ചിറകുകൾ മുളയ്ക്കുന്നുവോ അപ്പോൾ അവയെ പറക്കുവാൻ പഠിപ്പിക്കുന്നു. അതിനുശേഷം അവയെ സ്വന്തം ജീവിതത്തിനായി സ്വതന്ത്രരാക്കി വിടുന്നു. ഈ ആകാശത്തിൽ പറന്നു നടക്കുവാനായി. എന്നാൽ മനുഷ്യരായ നാം എന്താണ് ചെയ്യുന്നത്? ഏത് സന്താനത്തെ പക്ഷിയെ പോലെ പരിപാലിക്കുന്നുവോ അവർക്ക് ചിറകുമുളച്ചാലും നാം അവരെ ബന്ധിച്ചു നിർത്തുന്നു. അവർ ദൂരേക്ക് പറന്നു പോകരുത് എന്ന ആഗ്രഹത്തോടെ. ഈ അവസ്ഥയിൽ മാതാപിതാക്കൾക്ക് സന്താനങ്ങളോട് സ്നേഹമില്ലെന്നല്ല അർത്ഥമാക്കുന്നത്. തീർച്ചയായും ഉണ്ട്. പക്ഷെ ഇവിടെ പ്രണയത്തിനുമേൽ മോഹമുണ്ടാകുന്നതാണ്. ആ മോഹം നമുക്കും സന്താനങ്ങൾക്കുമിടയിലെ തടസ്സമായി മാറുന്നു. നമ്മൾ കേവലം ജന്മം നൽകിയവർ മാത്രമാണ്, ഭാഗ്യദാതാക്കളല്ല. പ്രേമത്തിനുമേൽ മോഹമുണ്ടാകുന്നുവെങ്കിൽ അത് പ്രേമമല്ല, അത് നമ്മുടെ സ്വാർത്ഥതയാണ്. അതിനാൽ പ്രണയത്തെ അടുത്തു നിർത്തൂ, പിന്നെ മോഹത്തെ ദൂരെയും. കാരണം നാം ആരെ പ്രണയിക്കുന്നുവോ അയാളെ ഒരിക്കലും ബന്ധിക്കുവാൻ പാടില്ല. രാധേ രാധേ.